നിങ്ങൾ ചെയ്യുന്ന ഈ ഖബറാരാധനയ്ക്കെതിരെ, ഈ ഖബർ പൂജയ്ക്കെതിരെ, ഈ ഇസ്തിഗാസയ്ക്കെതിരെ സംസാരിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് തോക്കെ സഖാഫിയെ നേർക്ക് നേരെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ വെച്ചുകൊണ്ട് തയ്യാറാണെങ്കിൽ നമുക്ക് ഇരുന്നു കൊണ്ട്, മുഖാമുഖം ഇരുന്നു കൊണ്ട് ഒരു നേർക്ക് നേരെയുള്ള സംവാദത്തിന് കിതാബ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വരാം. മുമ്പൊക്കെ അദ്ദേഹം പണ്ട് ഞങ്ങൾ ശിർവത്തൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിൽ പിന്നെ അവിടെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് കടവത്തൊരു പ്രോഗ്രാമായി, ഖണ്ഡന പ്രസംഗം. അവിടെയും നമ്മളെ തോക്കെ സഖാഫി വെല്ലുവിളിച്ചു സംവാദത്തിന്. അവിടെയും ഏറ്റെടുത്തിട്ടുണ്ട്. സംഘടനാപരമായും വ്യക്തിപരമായും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചുകൊണ്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? സ്നേഹപൂർവ്വം ഈ വിഷയം ഈ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ ചർച്ചയാവാൻ, അവർക്ക് മനസ്സിലാക്കാൻ, പഠിക്കാൻ വേണ്ടിയിട്ട് നാം ഈ സ്റ്റേജിൽ നിന്ന് പരസ്യമായ ഒരു സംവാദത്തിന് സ്നേഹത്തോടു കൂടി വെല്ലുവിളിക്കാൻ, വാശി തീർക്കാനല്ല, തോൽപ്പിക്കാനല്ല, ജനങ്ങൾക്ക് മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ വന്നാൽ അവർ കേൾക്കുമെന്നതുകൊണ്ടും അവർ പഠിക്കുമെന്നതുകൊണ്ടുമാണ് ധൈര്യത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുന്നത്. തോക്കെ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനിപ്പോൾ സംവാദം എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പലപ്പോഴും നമ്മളെ പല വെല്ലുവിളികളെ ഏറ്റെടുക്കുമ്പോൾ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യില്ല? ആ പരിസരത്തേക്ക് വരില്ല. ഒരിക്കൽ നബിദിനത്തിൻ്റെ സംവാദത്തിന് വിളിച്ചു. റബീഉൽ അവ്വൽ കഴിയട്ടെ. ഇപ്പോൾ ഒരു റബീഉൽ അവ്വലും കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷമായി, 4 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സും ആ വിഷയത്തിലില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തോക്കെ സഖാഫി ഇനിയും ഇവിടെ വരും. എന്നിട്ട് ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സംവാദ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതോടുകൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ആരോടും വാശി തീർക്കാനല്ല, മറിച്ച് അള്ളാഹു